വേൾഡ് കപ്പിന് മുകളിലാണ് സ്വന്തം കൂടപ്പിറപ്പെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഇറ്റാലിയൻ ഡിഫൻഡറിനെ തലക്കടിച്ചു വീഴ്ത്തിയ സാക്ഷാൽ സിനിദിൻ സിദ്ധാന്റെ കഥ 100 Days 100 Story പാർട്ട് 36 ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. വർഷം 2006 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നു. ഫ്രാൻസിന്റെ നെടുന്തൂണായ സിദ്ധാൻ തന്റെ കരിയറിലെ വിരമിക്കൽ മത്സരം കളിക്കുകയാണ്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു. പെട്ടെന്നാണ് ഇറ്റാലിയൻ ഡിഫൻഡർ മാർക്കോ മെറ്ററാസി സിദ്ധാന്റെ ജേഴ്സിയിൽ പിടിച്ച് വലിക്കുന്നത്. നിനക്ക് എന്റെ ജേഴ്സിയാണ് വേണമെന്നുണ്ടെങ്കിൽ കളി കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ സിദ്ധാനോട് നിന്റെ ജേഴ്സി വേണ്ട, പകരം നിന്റെ പെങ്ങളെ മതി എന്ന മറുപടി. ഒരു ഫുട്ബോൾ കളിക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് വേൾഡ് കപ്പ് കിരീടമായിരിക്കും. ആ കിരീടം കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ, കോടിക്കണക്കിന് ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം കരിയറിലെ ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ സ്വന്തം കുടുംബത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത മാർക്കോ മറ്ററാസിയുടെ നെഞ്ചും കൂട് പിളർത്തിക്കൊണ്ട് ഒരൊറ്റ ഹെഡ്ബട്ടിൽ ആ ആണൊരുത്തൻ ഇടിച്ചു തെറിപ്പിക്കുന്നു. റഫറി ചുവന്ന കാർഡ് നീട്ടിയതോടെ ഫുട്ബോൾ ലോകം അമ്പരക്കുന്നു. സിദ്ധാൻ പുറത്തായതോടെ ഫ്രാൻസ് ആ ലോകകപ്പ് പെനാൽറ്റി ഷൂട്ടിൽ തോൽക്കുകയായിരുന്നു. 8 വർഷത്തോളം കളിക്കാരന്റെ കുപ്പായം അഴിച്ചുവെച്ച സിനിദിൻ സിദ്ധാനെ ഫുട്ബോൾ ലോകത്തിന് ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് 2014 ഏത് സ്റ്റേഡിയത്തിൽ നിന്നാണോ തന്നെ റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കിയത്, അതേ സ്റ്റേഡിയത്തിൽ വെച്ച് റയൽ മാഡ്രിഡ് എന്ന ലോകോത്തര ക്ലബിന്റെ പരിശീലകനായി തിരികെ വരികയും ചരിത്രത്തിൽ മറ്റൊരു കോച്ചിനും സാധിക്കാത്ത വണ്ണം തുടർച്ചയായി 3 തവണ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻ ലീഗ് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു. വിജയങ്ങൾക്കും കിരീടങ്ങൾക്കും നേട്ടങ്ങൾക്കും എല്ലാം മുകളിലാണ് ആത്മാഭിമാനം എന്ന് നമ്മളെ പഠിപ്പിച്ച സാക്ഷാൽ സിനിദിൻ സിദ്ധാന്റെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.